ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിലെ ക്ലാസ്സിലാണുള്ളത്. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളായിട്ട് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കുറച്ച് വലിയ ചോദ്യമാണ്, നോക്കുക. 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സർവകലാശാല ഏത് എന്നാണ് ചോദ്യം. സാക്ഷരതാ മിഷൻ വഴി 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്നതിനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷനുമായിട്ട് ഒരു ധാരണാപത്രം, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് ഒരു സർവകലാശാല. ഏതാണത്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ സാക്ഷരതാ മിഷൻ വഴി 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്നതിനായിട്ടാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ ഈ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ളത് ഒരു സർവകലാശാല. ഏതാണ് ആ സർവകലാശാല? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. അതായത് സാക്ഷരതയിൽ നിന്ന്, ഇതുവരെ സാക്ഷരത നേടുക എന്നൊരാശയമാണല്ലോ, അപ്പോൾ ഈ സാക്ഷരതയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എന്ന ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സർവകലാശാല ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദി, അതായത് ദിനോസറുകൾക്കും മുൻപേ നിലവിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായി കണക്കാക്കപ്പെടുന്ന നദി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഫിംഗ് നദിയാണ് കേട്ടോ. ഫിംഗ് നദി ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ നദിയായി കണക്കാക്കപ്പെടുന്നത് ഫിംഗ് നദിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദീതട വ്യവസ്ഥയായി കണക്കാക്കപ്പെടുന്നത് ഈ ഒരു ഓസ്ട്രേലിയയിലാണ് ഇത് വരുന്നത്. ഓസ്ട്രേലിയയിലെ ഫിംഗ് നദിയെയാണ്. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയിൽ വരുന്ന മക്ഡൊണാൾഡ്സ് റേഞ്ച് എന്ന മലനിരകളിൽ നിന്നാണ് ഈ ഒരു നദി ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏകദേശം 300 മുതൽ 400 ദശലക്ഷം വർഷം പഴക്കമുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അത്രയേറെ പഴക്കമുള്ള നദിയാണിത്. ദിനോസറുകൾക്ക് മുൻപേ നിലവിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയാണ് ഫിംഗ് നദി. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിൽ നിയമവിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 നിയമവിജ്ഞാപനം ചെയ്തു. ഏതാണ് ആ സംസ്ഥാനം? കർണാടകയാണ് കേട്ടോ. കർണാടകയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം സോഷ്യൽ ബോയ്ക്കോട്ട് ആക്ട്. കർണാടക പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം സോഷ്യൽ ബോയ്ക്കോട്ട് ആക്ട് 2025, ആ ഒരു നിയമം 2025 കേട്ടോ. 2025 ആ ഒരു നിയമപ്രകാരമാണ് ഇത്. കർണാടക പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം സോഷ്യൽ ബോയ്ക്കോട്ട്, പ്രിവെൻഷൻ, പ്രോഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2025. അതാണ് ആ ഒരു നിയമത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. കർണാടക പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം സോഷ്യൽ ബോയ്ക്കോട്ട്, പ്രിവെൻഷൻ, പ്രോഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2025. അതായത് ജാതിയുടെയോ സമുദായത്തിൻ്റെയോ പേരിൽ വിവേചനം കാണിച്ച് വ്യക്തികളെ ഒറ്റപ്പെടുത്തുന്നത് തടയുക. ഈ ഊരുവിലക്ക് പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഊരുവിലക്ക് പോലെയുള്ളവയൊക്കെ തടയുക എന്നതാണ് അടിസ്ഥാനപരമായി ഇവിടെ ലക്ഷ്യമായി വെച്ചിട്ടുള്ളത്. ഈ ഒരു നിയമത്തിൽ ഏകദേശം 19ഓളം തരത്തിലുള്ള സാമൂഹിക ബഹിഷ്കരണങ്ങൾ നിയമപരിധിയിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിൽ നിയമവിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടാണ് കർണാടക ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാം.
എന്താണ് ആദ്യത്തെ ചോദ്യം? സാക്ഷരതാ മിഷൻ വഴി 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സർവകലാശാല ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഫിംഗ് നദിയാണ്. ഫിംഗ് നദി. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിൽ നിയമവിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടക. അടുത്ത സെറ്റ് ചോദ്യം, ഇതൊരു വെബ് സീരീസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും 2019 ചന്ദ്രയാൻ 2 പരാജയത്തിന് ശേഷമുള്ള ISROയുടെ തിരിച്ചുവരവിനെയും പ്രമേയമാക്കിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പുതിയ വെബ് സീരീസ് ഉണ്ട്. അതേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ വെബ് സീരീസ്? വെബ് സീരീസിൻ്റെ പേര് സ്പേസ് ജെൻ ചന്ദ്രയാൻ എന്നാണ്. സ്പേസ് ജെൻ ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തെക്കുറിച്ചും 2019 ചന്ദ്രയാൻ 2 പരാജയത്തിന് ശേഷമുള്ള ISROയുടെ തിരിച്ചുവരവിനെയും ഒക്കെ പ്രമേയമാക്കിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുതിയ വെബ് സീരീസാണ് സ്പേസ് ജെൻ ചന്ദ്രയാൻ. സ്പേസ് ജെൻ ചന്ദ്രയാൻ എന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് താഴെ നൽകിയിട്ടുള്ളത്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ ദിവസം എന്നാണ്? 2023 ജൂലൈ 14 കേട്ടോ. 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ ദിവസം 2023 ജൂലൈ 14. ഇനി റോക്കറ്റ് ഏതാ? LVM-3 M4 എന്നതാണ്. മാർക്ക് 4 ആണ്. LVM-3 M4 ആണ് റോക്കറ്റ്, വിക്ഷേപണ വാഹനം. ഇതിനെ വിളിക്കുന്ന ഒരു വിളിപ്പേരുണ്ട്, ബാഹുബലി എന്നാണ് കേട്ടോ. ബാഹുബലി എന്നാണ് വിളിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 എന്താ പ്രത്യേകത? ലാൻഡിംഗ് ദിവസമാണ് കേട്ടോ. എന്ന് ലാൻഡ് ചെയ്തു, വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 എന്ന് ലാൻഡ് ചെയ്തു 2023 ഓഗസ്റ്റ് 23 അന്നാണ് നമ്മുടെ ബഹിരാകാശ ദിനം. ഓഗസ്റ്റ് 23 നമ്മൾ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. ഇനി ലാൻഡ് ചെയ്ത സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ് കേട്ടോ. ശിവശക്തി പോയിന്റ്. ഈ ഒരു ചന്ദ്രയാൻ ദൗത്യത്തിലൂടെ ചന്ദ്രയാൻ 1, 2, 3 ഈ 3ൻ്റെയും വിശദാംശങ്ങൾ പഠിച്ചിരിക്കണം, ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ചന്ദ്രയാൻ ദൗത്യത്തിലൂടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യത്തെ രാജ്യമായി മാറി നമ്മുടെ ഇന്ത്യ. അത് നമുക്കൊരു അഭിമാനകരമായ നേട്ടം കൂടിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നത്? ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും 2019 ചന്ദ്രയാൻ 2 പരാജയത്തിന് ശേഷമുള്ള ISROയുടെ തിരിച്ചുവരവിനെയും പ്രമേയമാക്കിക്കൊണ്ട് ഒരു പുതിയ വെബ് സീരീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാണ് ആ വെബ് സീരീസ്? സ്പേസ് ജെൻ ചന്ദ്രയാൻ എന്നതാണ്. സ്പേസ് ജെൻ ചന്ദ്രയാൻ. അടുത്തത് 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഏതാണ്? സിംബാബ്വേയാണ്. നമീബിയയിലെ സിംബാബ്വേയാണ് 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് സിംബാബ്വെ, നമീബിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഒൻപതാമത് അന്താരാഷ്ട്ര സ്പേസ് കോൺഫറൻസിന് വേദിയാകുന്നത് കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയാണ്. 9ാമത് അന്താരാഷ്ട്ര സ്പേസ് കോൺഫറൻസിന് വേദിയാകുന്നത് നമ്മുടെ കൊച്ചിയാണ്. കൊച്ചി. 9ാമത് അന്താരാഷ്ട്ര സ്പേസ് കോൺഫറൻസിന് വേദിയാകുന്നത് കൊച്ചിയാണ്. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും 2019 ചന്ദ്രയാൻ 2 പരാജയത്തിന് ശേഷമുള്ള ISROയുടെ തിരിച്ചുവരവിനെയും പ്രമേയമാക്കി നിർമ്മിക്കപ്പെട്ട പുതിയ വെബ് സീരീസാണ് സ്പേസ് ജെൻ ചന്ദ്രയാൻ. 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് സിംബാബ്വേയാണ്. 9ാമത് അന്താരാഷ്ട്ര സ്പേസ് കോൺഫറൻസിന് വേദിയാകുന്നത് കൊച്ചിയാണ്. കൊച്ചി. അടുത്തത് 2026 ജനുവരിയിൽ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അംഗത്വം നേടുന്ന 5ാമത്തെ ഇന്ത്യൻ വിമാന കമ്പനിയായി മാറിയത് ഏതാണ്? 2026 ജനുവരിയിൽ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ IATA
ഓക്കെ, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ അംഗത്വം നേടുന്ന 5ാമത് ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? ആകാശ എയർ ആണ്. IATA അംഗത്വം നേടുന്ന ഇന്ത്യയിലെ 5ാമത് വിമാന കമ്പനിയാണ് ആകാശ എയർ എന്നുള്ളത്. നിലവിൽ എയർ ഇന്ത്യ, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, വിസ്താര എന്നിവയാണ് മറ്റ് അംഗങ്ങൾ. IATA അംഗത്വം നേടുന്ന 5ാമത്തെ കമ്പനി ഏതാണ്? ആകാശ എയർ ആണ്. 2026 ജനുവരിയിൽ ശൈത്യകാലത്തെ അസാധാരണമായ കാട്ടുതീ ഭീഷണി നേരിട്ടതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ദേശീയോദ്യാനം ഏതാണ്? വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കാണ്. എവിടെയാണ് വരുന്നത്? വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് വരുന്നത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. 2026 ജനുവരിയിൽ ശൈത്യകാലത്തെ അസാധാരണമായ കാട്ടുതീ ഭീഷണി നേരിട്ടതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ദേശീയോദ്യാനമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. സാധാരണ വേനൽക്കാലത്ത് മാത്രം കാണാറുള്ള കാട്ടുതീ ഇത്തവണ ജനുവരി മാസങ്ങളിൽ കടുത്ത മഞ്ഞുള്ള കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു പാർക്കിനെ, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കിനെ വാർത്തയിലേക്ക് എത്തിച്ചത്. മഞ്ഞ് വീഴ്ചയുടെയും മഴയുടെയും കുറവാണ് ഇതിന് കാരണം എന്നാണ് നിരീക്ഷണം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ ഒരു നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലാണ് ചമോലി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1982 ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1982 കൂടാതെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നത് ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ് കേട്ടോ. വാലി ഓഫ് ഫ്ലവേഴ്സ് ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 2026 ജനുവരിയിൽ ശൈത്യകാലത്തെ അസാധാരണമായ കാട്ടുതീ ഭീഷണി നേരിട്ടതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ദേശീയോദ്യാനം ഏതാണ്? വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? രാകേഷ് അഗർവാൾ ആണ്. NIA പുതിയ ഡയറക്ടർ ജനറൽ രാകേഷ് അഗർവാൾ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA പുതിയ ഡയറക്ടർ ജനറൽ രാകേഷ് അഗർവാൾ. റിവൈസ് ചെയ്യാം. 2026 ജനുവരിയിൽ IATA ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അംഗത്വം നേടുന്ന 5ാമത്തെ ഇന്ത്യൻ വിമാന കമ്പനി ആകാശ എയർ. 2026 ജനുവരിയിൽ ശൈത്യകാലത്തെ അസാധാരണമായ കാട്ടുതീ ഭീഷണി നേരിട്ടതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ദേശീയോദ്യാനം വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ രാകേഷ് അഗർവാൾ. അടുത്ത സെറ്റ് ചോദ്യം. ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏത് പുതിയ സംരംഭത്തിലേക്കാണ് ഇന്ത്യയെ അടുത്തിടെ ക്ഷണിച്ചത്? ഇന്ത്യ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് ഏത് സംരംഭത്തിലേക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാക്സ് സിലിക്കയാണ് കേട്ടോ. പാക്സ് സിലിക്ക. ഇതിൽ പാക്സ് എന്ന് വെച്ചാൽ എന്താണ്? പാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നെല്ലാമാണ് അർത്ഥം. സിലിക്കൺ എന്ന് പറഞ്ഞ സിലിക്ക എന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? സിലിക്കൺ ഡയോക്സൈഡിനെ സൂചിപ്പിക്കുന്നതാണ് സിലിക്ക. സിലിക്കൺ ശക്തിയിലൂടെ സമാധാനം എന്നതാണ് ഇതിൻ്റെ ചുരുക്കം. പാക്സ് സിലിക്ക എന്നതിൻ്റെ ചുരുക്കം വരുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ആഗോള സെമി കണ്ടക്ടർ ശൃംഖലയാണ് പാക്സ് സിലിക്ക. അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ആഗോള സെമി കണ്ടക്ടർ ശൃംഖലയാണ് പാക്സ് സിലിക്ക. സെമി കണ്ടക്ടർ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാന സൗകര്യങ്ങൾ, സിലിക്കൺ വിതരണ ശൃംഖല എന്നിവയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനായിട്ട് അമേരിക്ക രൂപീകരിച്ചിട്ടുള്ള ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സഖ്യമാണ് ഇത്. എന്തൊക്കെയാണ്? സെമി കണ്ടക്ടർ നിർമ്മാണമാണ് ഒന്നാമത്തേത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാന സൗകര്യങ്ങൾ, സിലിക്കൺ വിതരണ ശൃംഖല എന്നിവയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനായിട്ടാണ് അമേരിക്ക രൂപീകരിച്ചിട്ടുള്ളത്, ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സഖ്യം രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൽ എന്താണ് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് അറിയാമോ? സാങ്കേതിക സംവിധാനങ്ങളിലെ വികസനമാണ് പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. ഇവിടെ
ചൈനയുടെ കുത്തക തകർക്കുക എന്നൊരു പരോക്ഷമായ ലക്ഷ്യം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. സാങ്കേതിക സംവിധാനങ്ങളിലെ വികസനമാണ് പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും ചൈനയുടെ കുത്തക തകർക്കലാണ് പരോക്ഷമായിട്ടുള്ള ലക്ഷ്യം. 2025 സഖ്യം ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അമേരിക്കയ്ക്ക് പുറമെ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, നെതർലൻഡ്സ്, UK, ഇസ്രായേൽ, ഖത്തർ, UAE എന്നിവരാണ് മറ്റ് അംഗരാജ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പുതിയ ഒരു സംരംഭമാണ് പാക്സ് സിലിക്ക. ഇതിലേക്ക് ഇന്ത്യയെ അടുത്തിടെ ക്ഷണിക്കുകയും ചെയ്തു. അടുത്തത്, നടപ്പ് സാമ്പത്തിക വർഷത്തിൽ, അതായത് ഫിനാൻഷ്യൽ ഇയർ 2025-26 നമ്മുടെ ഇന്ത്യയുടെ GDP വളർച്ച അനുമാനം 6.3% അതിൽ നിന്ന് നിശ്ചിത ശതമാനം എത്ര ശതമാനമായാണ് ലോക ബാങ്ക് ഉയർത്തിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 7.2 ആണ് കേട്ടോ. 7.2. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ GDP വളർച്ച അനുമാനം 6.3% അതിൽ നിന്ന് 7.2% ലോക ബാങ്ക് ഉയർത്തിയിട്ടുള്ളത്. 7.2 ആണ്. രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ഏതാണ്? രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് നമ്മുടെ കേരള PSC ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. വലിയ ഡാറ്റകളൊക്കെ സുതാര്യമായും സുരക്ഷിതമായും സൂക്ഷിക്കാനും പരിപാലിക്കാനും കഴിയുന്ന സംവിധാനമാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സർവകലാശാലയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് കേരള PSC ആണ്. അടുത്തത്, കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് 2026 വേദിയാകുന്ന നഗരം ഏതാണ്? കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് CSPOS, കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും കോൺഫറൻസ് സമ്മേളനത്തിന് 2026 വേദിയാകുന്ന നഗരം ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ്. 41 രാജ്യങ്ങളിൽ നിന്നായി പാർലമെന്റും അനുബന്ധ സഭകളും നിയന്ത്രിക്കുന്ന 61 സഭാധ്യക്ഷർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1969 രൂപമെടുത്തിട്ടുള്ള ഈ ഒരു കോൺഫറൻസ് ഓഫ് സ്പീക്കേഴ്സ് ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് ദി കോമൺവെൽത്ത്, അതായത് CSPOC, കോൺഫറൻസ് ഓഫ് സ്പീക്കേഴ്സ് ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് ദി കോമൺവെൽത്ത് സംഘടിപ്പിക്കുന്ന 28ാമത് ഉച്ചകോടിക്കാണ് ഇന്ത്യയിൽ ആതിഥേയത്വം വഹിക്കുന്നത്. 28ാമത് ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ഇക്കുറി ആതിഥേയത്വം വഹിക്കുന്നത്. അത് മാത്രമല്ല 4ാമത്തെ വട്ടമാണ് ഇന്ത്യയിൽ ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് 2026 വേദിയാകുന്ന നഗരം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏത് പുതിയ സംരംഭത്തിലേക്കാണ് ഇന്ത്യയെ അടുത്തിടെ ക്ഷണിച്ചത്? പാക്സ് സിലിക്ക. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച അനുമാനം 6.3% നിന്ന് എത്ര ശതമാനമായാണ് ലോക ബാങ്ക് ഉയർത്തിയത്? 7.2%. രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ഏതാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരള PSC ആണ്. കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് 2026 വേദിയാകുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ഇവിടെ 4ാമത്തെ വട്ടമാണ് ഇന്ത്യയിൽ ഉച്ചകോടി നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. 28ാമത് ഉച്ചകോടിക്കാണ് ഇന്ത്യ ഇക്കുറി ആതിഥേയത്വം വഹിക്കുന്നത് എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇതോടെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. പെൻഡിങ് ഉള്ള ക്ലാസ് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.